ഹായ് മച്ചാന്മാരെ, ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടോർച്ചാണ് ഉണ്ടാക്കുന്നത്. ബാറ്ററി ഇല്ലാതെ എങ്ങനെ ടോർച്ച് കത്തിക്കാമെന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാറ്ററി ഇല്ലാതെ കത്തിക്കുന്നൊരു ടോർച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇനി വർക്ക്ഷോപ്പിലേക്ക് പോകാം. ടോർച്ച് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് വേണ്ടത് ഒരു 12 വോൾട്ടിൻ്റെ ഗിയർ മോട്ടറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡയോഡ് എടുത്തിട്ടുണ്ട്. ആ ഡയോഡ് 4007 ഡയോഡ് ആയാലും മതി. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളൊരു ഡയോഡാണ് എടുത്തത്. അതുപോലെ തന്നെ 5 വോൾട്ടിൻ്റെ 1 വാട്ടിൻ്റെ ഒരു LED ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഇതിൻ്റെ ലൈറ്റിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെൻസും പാട് എടുത്തിട്ടുണ്ട്. അതുപോലെ 2200 മൈക്രോഫാരഡിൻ്റെ 25 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് മോട്ടറൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് എൽബോയും അതുപോലെ തന്നെ 1 ഇഞ്ചിൻ്റെ 20 സെൻറ്റിമീറ്ററുള്ള ഒരു പൈപ്പുമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു വളഞ്ഞ കമ്പി ആയാലും മതി. അതിന് പകരം ഞാനിവിടെ ഒരു എല്ലങ്കിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ എല്ലങ്കി ലോക്കാക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് ട്യൂബ് ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൈപ്പിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ദൂരമുള്ള ഒരു 2 വയർ വേണം പോസിറ്റീവ് നെഗറ്റീവും എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു LED പോസിറ്റീവിൽ നമ്മുടെ ഈ എടുത്തിരിക്കുന്ന റെഡ് വയർ പോസിറ്റീവിലും സോൾഡർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഓറഞ്ച് നെഗറ്റീവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ആ നെഗറ്റീവിലും സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. LED നിന്ന് സോൾഡർ ചെയ്തെടുത്ത എൻ്റെ മറ്റേ എൻഡ് മോട്ടറിൻ്റെ ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് പോസിറ്റീവ് വരുന്ന ആ ഒരു പൊസിഷനിൽ നമ്മൾ പോസിറ്റീവ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. പോസിറ്റീവ് സപ്ലൈ വരുന്ന വിധത്തിലാണ് നമ്മൾ ആ റെഡ് അവിടെ കൊടുക്കുന്നത്, പോസിറ്റീവായിട്ട് എടുക്കുന്നത് പിന്നെ മോട്ടറിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു പോസിറ്റീവ് ടെർമിനലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ അവിടെ സോൾഡർ. അതേപോലെ തന്നെ LED വന്ന നെഗറ്റീവിൻ്റെ വയർ നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ 2000 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മോട്ടർ കറങ്ങുന്ന സമയത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് നെഗറ്റീവ് വരുന്ന സപ്ലൈയുടെ ഈ ഒരു നമ്മുടെ ഡയോഡിൻ്റെ വെള്ള ഭാഗമുള്ളതാണ് നെഗറ്റീവിനെ കടത്തിവിടുക. അപ്പോൾ ആ ഒരു നെഗറ്റീവിൻ്റെ വെള്ള വരയുള്ളത് ഈ ഒരു മോട്ടറിൻ്റെ നെഗറ്റീവിൽ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ കപ്പാസിറ്റർ ഇതിൻ്റെ മറ്റേ എൻഡ് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്യുക. ആ വയറിങ് ഏകദേശം പൂർത്തിയായി. നമ്മൾ ഇനി ആ ഒരു എൽബോയിൽ കൂടെ എടുത്തിട്ട് നമ്മുടെ മോട്ടർ അതിൽ ഈ എൽബോയിൽ ഒട്ടിച്ച് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ വെച്ചാണ് ഞാൻ ഒട്ടിക്കുന്നത്. എടുത്ത വയർ നേരത്തെ എടുത്തു വെച്ച 20 സെൻറ്റിമീറ്ററിൻ്റെ 1 ഇഞ്ച് പൈപ്പ് കൂടെ കടത്തിയതിന് ശേഷം നമ്മുടെ ആ ഒരു ലെൻസ് അതിൽ പിന്നെ ആ ബൾബിനായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ലെൻസ് അതിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ 1 വാട്ട് LED ലെൻസിൽ നിന്ന് ബൾബ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ ബൾബ് അവിടെ ഫിക്സ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു നമ്മുടെ ആ കിണ്ണം ആ 1 ഇഞ്ച് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ
ഗ്ലൂ ഗൺ വെച്ചിട്ട് നല്ലവണ്ണം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ടോർച്ചിൻ്റെ കിണ്ണം പോലെ കറക്റ്റ് പുറത്തേക്ക് വരാത്ത വിധത്തിൽ പൈപ്പിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ അതേപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മോട്ടർ കറങ്ങുന്ന സമയത്ത് സപ്ലൈ ഉണ്ടാവുകയും ആ സപ്ലൈ നമ്മുടെ കപ്പാസിറ്ററിൽ സ്റ്റോറേജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു മോട്ടർ കറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വളഞ്ഞൊരു കമ്പി ആയാലും മതി. ഞാനിവിടെ എല്ലങ്കിയാണ് എടുത്തിരിക്കുന്നത്. ആ എല്ലങ്കിയെ ലോക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ വയർ സ്ലീവ് ഇൻസുലേറ്റഡ് ഹോട്ട് ട്യൂബിൻ്റെ അതെടുത്തിട്ടാണ് നമ്മൾ ലോക്കാക്കുന്നത്. അത് അതിൽ വെച്ചിട്ട് ലോക്കാക്കിയതിന് ശേഷം നമ്മുടെ ഇത് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്കാക്കുന്നത്. ഇത് നമ്മൾ കുറഞ്ഞ സമയം ഒന്ന് കറക്കുന്ന സമയത്ത് കുറച്ച് ടൈം ഒന്ന് അതിൽ കപ്പാസിറ്റി സ്റ്റോർ ചെയ്യും. കാരണം നമ്മൾ ഡയോഡ് കൊടുത്തെന്ന് വെച്ചാൽ പിന്നെ വോൾട്ടേജ് റിവേഴ്സ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയോഡ് കൊടുത്തത്. കട്ടി ആ കപ്പാസിറ്റി സ്റ്റോർ ആകുന്ന വോൾട്ടേജ് വീണ്ടും ആ മോട്ടറിലേക്ക് കറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാകും ഓട്ടോമാറ്റിക്. അതുകൊണ്ട് ആ ഒരു വോൾട്ടേജിനെ ഡ്രോപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡയോഡ് അവിടെ കൊടുത്തിരിക്കുന്നത്. കറങ്ങുന്ന സമയത്ത് വോൾട്ടേജ് മുകളിൽ കപ്പാസിറ്റി സ്റ്റോർ ആവുകയും ആ വോൾട്ടേജ് നമ്മൾ കൈയൊന്ന് എടുക്കുന്ന സമയത്ത് ആ ബൾബ് കത്തിയിരിക്കുന്നത് കാണാം. ആ കപ്പാസിറ്റി സ്റ്റോറേജ് റിട്ടേൺ പോകാതിരിക്കാണ്ടാണ് ആ ഡയോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ബ്രൈറ്റോട് കൂടി വർക്ക് ചെയ്യുന്നതും കാണാം. നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് നേരം കറക്കി കഴിഞ്ഞാൽ കപ്പാസിറ്റി സ്റ്റോറേജ് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മറ്റേ സാധാരണ റീചാർജബിളൊക്കെ ആണെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്യാതെ പുറത്തിട്ട് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ കേടായി പോകുന്നത് കാണാം. ചാർജിങ് ഇതിൽ കപ്പാസിറ്റർ ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ ഏത് കൊല്ലം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കറക്കി കഴിഞ്ഞാൽ ആ ഒരു വെളിച്ചം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ എടുത്ത് കാണാം. ഓക്കെ, ബൈ, സീ യു.